നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊത്ത് ഈ ദൃശ്യവിരുന്നിൽ പങ്കാളിയായി എത്തിയിരിക്കുന്നത് കലാശ്രീ ലളിതകലാലയം നമ്പീശൻ എന്ന് പറയുന്ന താളങ്ങളുടെ ഒരു കൂട്ടുകാരനാണ്. താളങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന് ഒരുപാട് താളവാദ്യങ്ങൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാനറിയാം. വളരെ നന്നായി താളങ്ങളുടെ രാജാവ് അല്ലെങ്കിൽ ദ മാസ്റ്റർ ഓഫ് റിതംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ബോംബെയിലാണ് സ്ഥിരതാമസം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നെല്ലുവായി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മലയാളി കലാകാരൻ ഒരു അന്യനാട്ടിൽ പോയി ചേക്കേറിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് പുരസ്കാരങ്ങളും മറ്റുമായി കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനെ തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയോ എന്ന് സംശയിക്കുന്നു. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഈ മുറ്റത്തെ മുല്ലയെ തിരിച്ചറിയാൻ നമുക്കൊരവസരം ലഭിച്ചില്ല എന്ന് വേണം പറയാൻ. ഏതായാലും അങ്ങനത്തെ താളങ്ങളുടെ ഒരു രാജകുമാരനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. धिम धिम ता किट धिम धिम ता धा धिम धिम ता दिल का लहरा ना ना ता धिम दिल का लहरा. നമസ്കാരം. നമുക്കിപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രവർത്തന മേഖലകൾ? ഇപ്പോൾ ഞാൻ ഫുള്ളി റിതം സൈഡാണ്. മുഴുവൻ വാദ്യങ്ങളുടെ ഒരു ഇതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ കിടക്കുന്നത്. മുഴുവൻ അതിൻ്റെ മേലിലാണ് ഞാൻ പല ക്രിയേഷനും പലതും ഉണ്ടാക്കേണ്ടത്. മാത്രമല്ല ഞാൻ മോസ്റ്റ്ലി എല്ലാ തരം പരിപാടികൾക്കും നമ്മുടെ വാദ്യോപകരണങ്ങൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം പലതിനും. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരു മണിപ്പൂർ അവരുടെ ഒരു നൃത്തശൈലിയിലേക്ക് ഞാൻ മദ്ദളം ഇടയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്കൊരു പുതിയ രീതിയിൽ അതിനെ ഇത് കൊടുത്തപ്പോൾ അവർക്കത് വളരെ ആക്റ്റീവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കേരള വാദ്യങ്ങൾക്ക് എന്തോ അറിയില്ല, പുറമേയുള്ള ഡാൻസ് ശൈലികൾക്കും കൂടിയും ഞാൻ ഒരുപാട് ഇത് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ എന്തോ ഇത് ഒരു ഇത് തോന്നും. ഇപ്പോൾ നമ്മൾ കഥകളിക്ക് ചെണ്ട വായിക്കണ പോലെയാണ് അവർക്ക് ആ സമയത്ത് ഓരോ മുദ്രകൾക്കും നമ്മൾ ആക്ടിങ് കൊടുക്കണ പോലെ അവർക്കിപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ അതാത് സമയത്തെ ഭാവങ്ങൾക്കനുസരിച്ച് വാദ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് വളരെയധികം എന്തോ അറിയില്ല, കേരളവാദ്യങ്ങളോട് വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സുഷിരവാദ്യങ്ങളുണ്ട്, അതുപോലെ തുകൽവാദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പലതരം ഇപ്പോൾ തന്ത്രിവാദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? ഞാൻ തുകൽ വാദ്യങ്ങളാണ് ജാസ്തി ഉപയോഗിക്കുന്നത്. അതിൽ ഏതൊക്കെ? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ആവാം, അതുപോലെ ഇപ്പോൾ തബല ഉപയോഗിക്കുന്നുണ്ട്, മൃദംഗം ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഗഞ്ചിറ ഉപയോഗിക്കാം, ഘടം ഉപയോഗിക്കാം. അപ്പോൾ തബില്, മദ്ദളം, അതെല്ലാം എല്ലാ വാദ്യങ്ങളും ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫ്യൂഷൻ ടൈപ്പ് ആണോ കൂടുതലും ചെയ്തിട്ട്? അതെ, ഞാൻ ഒക്കെ ചെയ്യുന്നത് ഫ്യൂഷൻ ടൈപ്പ് ആണെങ്കിലും ഞാൻ തന്നെ എപ്പോഴും ഒരു 7 വാദ്യങ്ങളിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ മറ്റു വാദ്യങ്ങൾ ഇതിൽ ഫ്യൂഷൻ ടൈപ്പ് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മറ്റുള്ള വ്യത്യസ്ത നമ്മുടെ എന്നാലും ഇന്ത്യയിലത്തെ വാദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും അതിൽ ഫ്യൂഷനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഡ്രം സെറ്റും കുറച്ച് വെസ്റ്റേണൊക്കെ മിക്സ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സൂര്യ കൃഷ്ണമൂർത്തി അവരുടെയൊക്കെ ഇതിൻ്റെ ഒരു അവാർഡിനെ പറ്റി അതെന്താ കാണാൻ? എനിക്കെന്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ സന്തോഷമായിട്ടൊരു ദിവസമായിരുന്നു അന്നത്തെ 27th. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അവാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രതീക്ഷ ഉണ്ടെച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടക്കില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു അന്നൊക്കെ നടന്നിരുന്നത്. പിന്നെ അത് എന്തോ അറിയില്ല, പ്രത്യേക ഒരു പ്രവാസി അല്ലെങ്കിൽ നമ്മൾ അന്യനാട്ടിൽ താമസിക്കുന്ന കേരളക്കാരൻ, വെറും കേരളക്കാരനല്ല, ഒരു വാദ്യകലാകാരൻ ഇത്രയും കാലങ്ങളായിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് അവർക്കുള്ള ആ ഒരു മഹാമനസ്കത തോന്നിയ ഒരാളായിരുന്നു സൂര്യകൃഷ്ണമൂർത്തി. അപ്പൊ അദ്ദേഹമാണ് നമുക്ക് ഇങ്ങനൊരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ട്. അപ്പൊ എനിക്ക് നല്ല ബോംബെയിലെ 2-3 അവര് സോണായിട്ടാണ് ഓൾ ഓവർ ഇന്ത്യയിലത്തെ പല കൽക്കട്ട, ഡൽഹി, ഗുജറാത്ത് അങ്ങനെയല്ല, പക്ഷെ മഹാരാഷ്ട്രയിലത്തെ എനിക്കാണ് താളവാദ്യങ്ങളുടെ. കാരണം നമ്മൾ ഒരുപാട് 40-48 കൊല്ലമായിട്ട് ബോംബെയിൽ ജീവിതത്തിൽ പകുതി ഭാഗം ബോംബെയിൽ തന്നെയാണ്, അതും വാദ്യകലാ രംഗത്താണ്. അപ്പൊ അത് നമുക്ക് അങ്ങനെയാണ് ലഭിച്ചതിൽ എനിക്ക് വളരെയധികം വളരെ സന്തോഷം. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ പ്രവാസികളിൽ പല ആൾക്കാരും വളരെ ഗംഭീരമായ കലാകാരന്മാരുണ്ട്.
അവരോടുള്ള നമ്മുടെ നാടിനോട്, നമ്മുടെ ഗവൺമെന്റിനോട്, അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിനോട് അവരോടുള്ള ഒരു മനോഭാവത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവര് ഇപ്പോ മറ്റുള്ള കലാകാരന്മാർ നമ്മളിപ്പോ നൃത്തം ആണെച്ചാൽ മോഹിനിയാട്ടാണ് നമ്മളിപ്പോ കേരള കലകളായിട്ടിരിക്കുന്നത്. പിന്നെ ഡ്രാമ, നാടകങ്ങൾ ആക്ച്വലി കേരളത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നല്ല നല്ല ഇപ്പോൾ കാവാലം പോലെയുള്ള ആൾക്കാർ, അദ്ദേഹം നാടക ശില്പങ്ങളും മറ്റു ഒരുപാട് ഇത് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള നാടകങ്ങളും ഇതുപോലെ ബോംബെയിൽ ഒരുപാട് മലയാളികൾ കൊണ്ടുവരുന്നു. ഒരുപാട് സംവിധായകരും അഭിനേതാക്കളും ഒരുപാട് ഇതുണ്ട്. പക്ഷെ അതും കൂടി അവർ ഈ അവാർഡിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ഡ്രാമയ്ക്കും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറയത്തില്ല, ചിലപ്പോൾ കേരളത്തിലെക്കാട്ടിലും ഗംഭീരമാണ് ബോംബെയിലത്തെ എന്ന് തോന്നാറുണ്ട്. അഭിനേതാക്കളും കാരണം അത്ര അവരുള്ളത്. അതും അവരുടെ ജോലി കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ ഇത്ര തന്നെ മോൾവ് ചെയ്തിട്ട് ഒരുപാട് ഡ്രാമ നടത്തി. അപ്പൊ ഇത്തവണ ഈ അവാർഡ് ഇതിലും അവർക്ക് ഈ സോണിൽ കേരളത്തില് ആ ബോംബെയിലത്തെ അവാർഡ് ഫസ്റ്റ് കിട്ടിയ ഡ്രാമ 3-4 സ്ഥലങ്ങളിൽ, തൃശ്ശൂര്, തിരുവനന്തപുരം, എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് അത് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. അല്ല, നമുക്ക് ഇത്തരത്തിലുള്ള കലാകാരന്മാരോട് നമ്മുടെ ഗവൺമെന്റിന്റെയും നമ്മുടെ നാടിന്റെയൊക്കെ ഒരു സമീപനം എങ്ങനെയാണ് എന്നുവെച്ചാൽ, എങ്ങനെയാ അവർ കാണുന്നത്? അവർ നല്ലതായിട്ടാണോ കാണുന്നത്? അതോ ഇനി അവർ വേണ്ട പോലെ നമ്മളെ പരിഗണിക്കുന്നില്ല, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു മനോഭാവം എനിക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു തുടക്കമായിരിക്കും. ഒരു സംശയമുണ്ട്, ഇതിപ്പോ ഇതിന്റെ തുടക്കമായിരിക്കും. വേണമെന്ന് വെച്ചാൽ ഇനി ഇവിടെ അങ്ങോട്ട് ഫർദർ എന്നെ പോലെയുള്ളവരോ അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തെങ്കിലും വേറെ രീതിയിൽ അവര് ഇത് തരാനുള്ള ഒരു ഇത് തോന്നാന്ന് വെച്ചാൽ തിരക്കിടില്ല. കാരണം നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ് അവാർഡിൽ നമ്മൾ വന്ന് പെട്ടു കഴിഞ്ഞില്ലേ, അപ്പൊ നമുക്ക് ചിലപ്പോൾ അതിലൊരു ചാൻസ് ഉണ്ടാവുമെന്നാണ് നമുക്ക് തോന്നണത്. പക്ഷേ ഗവൺമെന്റ് ഈ അവാർഡ് തരുന്ന സമയത്ത് KC ജോസഫ് അദ്ദേഹം പറഞ്ഞത് ഇനിയും നല്ല നല്ല ഒക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനെയുള്ള അവാർഡുകളും അതുകളും നിങ്ങൾക്കൊക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി തീർക്കുന്നതാണ് അന്ന് അവിടെ ഒരു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അദ്ദേഹം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾക്ക് പലരിൽ നിന്നുമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും പ്രവാസികൾക്ക്. ഈ വാഗ്ദാനങ്ങൾ എത്രത്തോളം നിറവേറ്റപ്പെടുന്നുണ്ട് എന്നറിയില്ല. ഏതായാലും ഇത് നിറവേറ്റപ്പെടാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇത്തരം കലാകാരന്മാർ ഇനിയും വളരെ വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു അടുത്ത ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ മൃദംഗത്തിലെ കുറച്ചിങ്ങനെ കാര്യങ്ങൾ ഒന്ന് വായിക്കുന്നത് കേൾക്കാം. അപ്പം മുംബൈയിലെ കലാപ്രവർത്തനങ്ങളിൽ വളരെ മികച്ചു നിൽക്കുക, അതുപോലെ തന്നെ അവിടുത്തെ ഒരു നിറസാന്നിധ്യമാവുക,
അതുപോലെ തന്നെ ഈ ഒരു കലാപ്രവർത്തനങ്ങൾ ജോലിയുടെ ഒരു ഭാഗമല്ലാതെ, ജോലിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ജോലി ഒരു വഴിക്കും അവനവൻ്റെ കലാപ്രവർത്തനങ്ങളും ക്രിയേറ്റിവിറ്റിയും മറ്റൊരു വഴിക്കും കൊണ്ടുപോവുക. അങ്ങനെയുള്ള നെല്ലുവായ തട്ടകത്തെ ഒരു കലാകാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നെല്ലുവായ തട്ടകത്തെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നെല്ലുവായി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി നെല്ലുവായി സ്വതവേ ഒരു ലോകമാണ്. ആക്ച്വലി ഇവിടെയാണ് വലിയ വലിയ കലാകാരന്മാരൊക്കെ ഉയർത്തെഴുന്നിട്ടുള്ള സ്ഥലമാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നെല്ലുവായിക്കാർക്ക് നമുക്ക് ഇങ്ങനൊരു ഇത് ലഭിച്ചു എന്നുള്ളത്, പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് ഒരു അഭിമാനജനകമായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അവരെ കുറിച്ച് പറയാം ഈ നാടിനും കൂടി അത് അഭിമാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിലാണ് ജോലി ചെയ്യണത്, വർക്ക് ചെയ്യണത്? ഞാൻ അവിടെ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ഇതേ രീതിയാണ്. ഞാൻ മ്യൂസിക് പ്രൊഫസറായിട്ടാണ് ഇതേ തൊഴിൽ. അപ്പോൾ ഒരു 28 കൊല്ലമായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി അംഗീകൃതമായിട്ടുള്ള, അതായത് അതിൻ്റെ പ്രിൻസിപ്പാളും ഫൗണ്ടറൊക്കെയുള്ള ഏറ്റവും ലോക നർത്തകി ഡോക്ടർ പത്മഭൂഷൺ കനകർലെ, അവരാണ് അതിൻ്റെ ആള്. അതിൽ ഞാൻ ഇത്രയും കൊല്ലമായിട്ട് അവരോടൊപ്പം സേവനം അനുഷ്ഠിച്ചു വരികയാണ്. കനകറിലോടൊപ്പമാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മ്യൂസിക് ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പങ്കുവെക്കേണ്ട? അവരുടെ ഒരു മനോഭാവം എങ്ങനെയാണ്? ഒരു വലിയൊരു കലാകാരിയാണ്, ചെറിയ ആൾക്കാരെ എങ്ങനെ കാണുന്നു, പ്രോത്സാഹനത്തിന്റെ അതുണ്ട്. എനിക്കത് ഇതാണ് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ടാണ് അവിടെ പോയിരുന്നത്. പക്ഷെ എനിക്ക് ആ സ്ഥാപനം എന്റെ ജീവിതത്തിന് ഒരുപാട് വഴി മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം എനിക്കതിൽ അതുകൊണ്ടാണ് അവരോടൊപ്പം നിന്നതിന് ശേഷമാണ് ഞാൻ ലോകം ചുറ്റാൻ തുടങ്ങി തന്നെ ആക്ച്വലി. കാരണം അവരൊരു വേൾഡ് വളരെ ഇതായിട്ടുള്ളൊരു നർത്തകിയും കൊറിയോഗ്രാഫർ എല്ലാം കൊണ്ടും അവർ വലിയൊരു എഡ്യൂക്കേറ്റഡ് ഇതാണ്. അപ്പോൾ അവരോടൊപ്പം ഒരുപാട് നമുക്ക് ഫോറിനിലും അവിടെ ഇവിടേക്കും വിസിറ്റ് ചെയ്യാൻ കഴിച്ചു. ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ എല്ലാവിധ ഇമ്പ്രൂവ്മെന്റ് അതിൽ വന്നിട്ടുള്ള എല്ലാ പുരോഗതി മുഴുവൻ എനിക്ക് ആ സ്ഥാപനമാണ്. ആ സ്ഥാപനം മാത്രം പറഞ്ഞാൽ പോരാ, ഡോക്ടർ പത്മശ്രീ കനകർലെ. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ഒരാളെ നമുക്ക് കിട്ടിയത് വളരെ സന്തോഷപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹം വായിക്കുന്ന പുതിയ പുതിയ താളവാദ്യങ്ങളിലേക്കും അതിൻ്റെ ദൃശ്യങ്ങളിലേക്കും നമുക്ക് പോകാം. നമസ്കാരം. അടുത്തതായി വളരെ പ്രാധാന്യമുള്ള ഒരു താളവാദ്യമായ നമ്മുടെ തബല വായിച്ചിട്ടാണ് അടുത്തത്. धिम धिम ता किट धिम धिम ता धा धिम धिम ता किट धिम धिम ता धिम धिम दा धिम धिम दा धिम धिम दा किट धिम तरि किट दा धिम धिम दा धिम धिम दा धिम धिम दा किट धिम तरि किट दा धिम धिम दा तिरि किट किट तक दा किट धिम तिरि किट किट तक दा किट धिम तिरि किट किट तक तिरि किट किट तक तिरि किट तिरि किट तक तिरि किट तक तिरि किट तक तिरि किट 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 तक तिरि किट तिरि किट तक तिरि किट तिरि किट तक तिरि किट 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 तक तिरि किट किट तक तिरि किट किट तक तिरि किट किट तक दिर्रा करेंगे दा दिर्रा का तदी किटतो दिर्रा का तदी किटतो दिगा तदी किटतो दिर्रा का तदी किटतो दिर्रा का तदी का तदी किटम तदी किटम तदी किटम तदी किटम तदी किटम
അടുത്തത് ഇടക്കയിലെ കുറച്ച് കാര്യങ്ങൾ വായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ താളവാദ്യങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വൈദഗ്ധ്യം നമ്മൾ നേരിട്ട് അനുഭവിച്ചു. അപ്പോൾ ഇനി എത്തരത്തിലുള്ള വാദ്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഞാനിപ്പോൾ വാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിയിലുള്ള പഖവാജ് അങ്ങനൊരു സാധനമുണ്ട്. അത് നമ്മൾ ഈക്വൽ ടു ആക്ച്വലി മദ്ദളത്തിൻ്റെ ഒരു പ്രതീതിയാണ് അതിന്. പക്ഷേ ശബ്ദ വ്യത്യാസം എങ്ങനെ വാദ്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതും പിന്നെ തബല, ഡോലക്ക് വായിക്കും. ഡ്രം സെറ്റും കുറേശ്ശെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഞാൻ കീബോർഡ് വായിക്കുക. പിന്നെ ഇതിലെ ഒരു പ്രത്യേകത നിർത്താൻ ഞാൻ ഒരു ഡാൻസറും കൂടിയാണ്. നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ളതാണ്. കലാമണ്ഡലം സുന്ദരൻ ആരാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അടിച്ചു പോയിട്ട്. പക്ഷേ ഞാൻ ഒരുപാട് ബോംബെ ചെന്നിട്ട് എനിക്കതിന് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ട് ഞാൻ ഒരുപാട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ഡാൻസ് ബാലെ എന്നുള്ളത്. ഒരു 15-ൽ പരം നൃത്ത ബാലകൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ബോംബെയിൽ. ഇപ്പോഴത്തെ ഒരു പുതിയ ബാലെ വരുന്നതാണ്, ജീസസ് ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു ബാലെ. നമ്മുടെ
ഹിന്ദു നിന്നും ഒരു വ്യത്യസ്ത രീതിയിൽ വേണമെന്ന് വെച്ചിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് അവതരണത്തിന് വളരെ അടുത്തായിരിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയൊരു ഭാര്യം കൂടി ഞാൻ ഇറക്കുന്നുണ്ട്. ഞാനൊരു നർത്തകനും കൂടിയാണ്. അല്ല, ഈ നർത്തനത്തിന്റെ എന്തെങ്കിലും നമുക്കൊന്നിങ്ങനെ കാണിക്കാൻ പറ്റുമോ ഇപ്പോൾ? അത് വേണ്ട. എവിടെ അല്ല, ഇനി എന്തെങ്കിലും ഇനിയിപ്പോൾ നവരസങ്ങളിലെയോ അങ്ങനെ എന്തെങ്കിലും? അത് വേണ്ട. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, ചിലപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഇതിലുണ്ട് സംഗതികളൊക്കെ. പിക്ചേഴ്സൊക്കെ ഉണ്ട് അതിൽ. ബാലയുടെ ഒരുപാട് പിക്ചറൊക്കെ ഇതിൽ നമ്മളിപ്പോൾ ഇവിടെയും ഇവിടെ നടത്തിയതല്ലേ, ഇവിടെ നടത്തിയതിന്റെ പിക്ചറൊക്കെ ഉണ്ട് ഇതില്. മനസ്സിലായി? ഞാൻ ശ്രീധരന് പണ്ടപ്പോൾ ഇയാളൊക്കെ പഠിച്ചിട്ടില്ല, ഇയാൾ കഥകൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതിലേതായാലും നമുക്ക് ദ മാസ്റ്റർ ഓഫ് റിതംസ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതും നമ്മുടെ നാട്ടുകാർക്ക് ഇദ്ദേഹത്തെ കൂടുതൽ അറിയാൻ ഇത് ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ പ്രവാസികളായിട്ടുണ്ട്. അവരെയൊക്കെ തിരിച്ചറിയാൻ നമ്മുടെ നാട് വൈകിപ്പോയോ എന്നറിയില്ല. ഏതായാലും അവരെയൊക്കെ തിരിച്ചറിയാനും അവർക്ക് കൂടുതൽ കൂടുതൽ കലാരംഗത്തും അവരുടെ ജീവിത രംഗത്തുമൊക്കെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ നാട്ടിൻപുറം അവസാനിപ്പിക്കുകയാണ്. അടുത്ത നാട്ടിൻപുറത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള കലാകാരന്മാർ വീണ്ടും വീണ്ടും വളരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമസ്കാരം.